പണ്ട് പണ്ട് അങ്ങകലെ ആറ്റിൻ വക്കത്തൊരു മാളിക വീടുണ്ടായിരുന്നു. ആ മാളിക വീട്ടിലെ നങ്ങേലിക്ക് ആറ്റുനോറ്റൊരു ഉണ്ണി പിറന്നു. നല്ല ഓമനത്തമുള്ള ഉണ്ണി. താഴെ വെച്ചാൽ ഉറുപ്പരിച്ചാലോ, തലയിൽ വെച്ചാൽ പേനരിച്ചാലോ എന്ന് പേടിച്ച് തൻ്റെ തങ്കക്കുടത്തിനെ താഴത്തും തലയിലും വയ്ക്കാതെ തങ്കക്കെട്ടിലാണ് നങ്ങേലി പാടി ഉറക്കാറ്. അങ്ങനെ ഉണ്ണിക്ക് 7 വയസ്സ് തികഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കുവാനുള്ള സമയമായി. ഉണ്ണിയെ അസ്സലായി ഒരുക്കിയിട്ട് ഉണ്ണിയുടെ കയ്യിൽ ഓലയും എഴുത്താണിയും കൊടുത്ത് യാത്രയാക്കി നങ്ങേലി. അന്നാട്ടിൽ അന്നേരം നാടാകെ വിറപ്പിച്ചിരുന്ന ഒരു ഭൂതം അവിടെ വാണിരുന്നു. വലിയ കൂറ്റൻ പാറയ്ക്കുള്ളിലായിരുന്നു അവളുടെ വാസം. അങ്ങനെയിരിക്കെ പെട്ടെന്നാണ് ഭൂതം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നു വരുന്ന ഒരു ഓമനത്തമുള്ള ഉണ്ണിയെ കാണുന്നത്. അത് വേറെ ആരുമായിരുന്നില്ല, നങ്ങേലിയമ്മയുടെ സ്വന്തം ഉണ്ണി. ഭൂതത്തിന് ഒരിക്കലും തോന്നാത്ത വാത്സല്യം ഉണ്ണിയുടെ മേൽ തോന്നി. ഏതു വിധേനയും അവനെ സ്വന്തമാക്കാൻ ഭൂതം തയ്യാറായി. അതിനാൽ വേഷം മാറി ഒരു കൊച്ചു പെൺകുട്ടിയായി ഭൂതം ഉണ്ണിയെ സമീപിച്ചു. ശേഷം തിരശ്ശീലയിൽ. നരവർഗത്തിന്റെ മൗലിക ഭാവങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന മഹാകവി എടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിത. ജനിച്ചു വീഴുന്ന പിഞ്ചോമനയുടെ ഇളം കരച്ചിൽ കേൾക്കാൻ കാതോർത്ത് കിടക്കുന്ന പെറ്റമ്മ തന്റെ കുഞ്ഞൻ ഇനി ഒരിക്കലും കരയാതിരിക്കാൻ സ്വന്തം ചെറുകൾക്കുള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് താലോലിക്കാൻ ഒരു മിത്തായി അതെന്നും നിലകൊള്ളുന്നു. പൂതപ്പാട്ട്. പച്ചപ്പടപ്പിൽ നിന്നെത്തി നോക്കി ചിരിക്കുന്ന കണ്ടു. പാറക്കെട്ടിന്റെ കൊച്ചു പീളപ്പീല് കിളിവാലിലപ്പോൾ തുറന്നു ഭൂതം. ഭൂതത്തിനുള്ളിൽ ഒരിക്കിളി തോന്നി. ഭൂതത്തിൻ മാറത്തു കോരിത്തരിച്ചു. ഭൂതമോരോ മനപ്പെൺകിടവായി മരത്തിന്റെ ചുട്ടിലും. ഉണ്ണി, നമുക്ക് കളിക്കാം. ഉണ്ണി, ആ എഴുത്താണ്ടിന്ന് കളഞ്ഞേക്ക്. എനിക്ക് പള്ളിക്കുറിച്ച് പോണം. പൊയ്ക്കോ. അതിനു മുമ്പ് ഒരിത്തിരി നേരം നമുക്ക് പൂമാല കെട്ടി കളിക്കാം. അതങ്ങ് കളഞ്ഞേക്കേ. ശ്രീമഞ്ഞി മഞ്ഞക്കരിലുങ്ങി വീടങ്കണത്തിൽ തിങ്ങി. എഴുതുവാൻ പോയ പിടാവ് വന്നീ. അവനെ പേടിപ്പിച്ചോടിക്കാൻ നോക്കി
പക്ഷേ ഈ പൊന്നുണ്ണിയെ എനിക്ക് വേണം. അല്ല, അതിനൊക്കെ വലുതാ എനിക്ക് എന്റെ പൊന്നോമന. നിനക്ക് ഞാനെന്നെ കണ്ണാണ് പിഴുതെടുത്ത് തരാ. എനിക്ക് ചിന്താ എന്റെ ഭൂതമേ. തെറ്റിക്കോളൂ പറിച്ചുകൂടം ചേരോടു ലഭിച്ചുകൂടം മറ്റൊരുണ്ണിയെ നിർമ്മിച്ചുകൂടം മാങ്ങോടെടുക്കും നോക്കിക്കൂടം. ഉണ്ണി, ഒരു പൊന്നുണ്ണി. ഇല്ല, ഇതെന്റെ ഉണ്ണിയല്ല. ഇതല്ല എന്റെ ഉണ്ണി. പെറ്റുവയറിനെ വഞ്ചിച്ച പൊട്ട ഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു. അരുത്, എന്നെ ശപിക്കരുത്. നിന്റെ ഉണ്ണിയെ ഞാൻ തിരിച്ചു തരാം. നിന്റെ കണ്ണുകൾ തിരിച്ചു തരാം. എന്നെ ശപിക്കരുത്, എന്നെ ശപിക്കരുത്, എന്നെ ശപിക്കരുത്. ആ ആ ആ യാത്ര തിരിച്ചിടും ഉണ്ണിയെ വാരിയെടുത്തു ഉണർന്ന മൂഢാവിൻ പരവൊരു ചുംബിച്ചു പത്തു കണ്ണ പാവം കണ്ണി ചോര ചൊരിയും. എനിക്കറിയാം എന്റെ ഉണ്ണിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു. എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോ നീ വരണം. എന്റെ ഉണ്ണിയെ കാണാനും അവൻ ആനന്ദം പകരാനും ഞങ്ങൾക്ക് മംഗളേകാനും. അങ്ങനെ എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോ ഭൂതം വരും. പക്ഷേ ഉണ്ണിയുടെ വീട് ഏതെന്ന് ചോദിക്കാൻ പാവം ഭൂതം മറന്നുപോയി. നമ്മേലിയാണെ പറഞ്ഞതുമില്ല. ഉണ്ണിയെ ഭൂതം വീണ്ടും കൊണ്ടുപോയാലോ? അതുകൊണ്ടാ ഭൂതം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. എന്റെ ഉണ്ണിക്ക് മനസ്സിലായോ? പാവം ഭൂതം അല്ലേ അമ്മ?